കടുത്ത നിലപാടുകൾക്കും ഇന്ത്യയുമായി അടുത്ത ബന്ധത്തിനും പേരുകേട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി 63-ാം വയസ്സിൽ അന്തരിച്ചു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. 1988-ൽ ആയിരങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ റൈസി നിർണായക പങ്ക് വഹിക്കുകയും പിന്നീട് ഇറാന്റെ അധ്യക്ഷനാകുകയും ചെയ്തു. യുറേനിയൻ സമ്പുഷ്ടീകരണം ഉൾപ്പെടെ അടുത്ത ആയുധ ഗ്രേഡ് നിലവാരം പിന്തുടരുകയും ഇസ്രായേലിൽ ഗണ്യമായ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു എന്നതുൾപ്പെടെ ഇറാന്റെ നിരവധി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഉത്തരവാദിയായിരുന്നു. ഇറാന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഞായറാഴ്ച ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിക്കും മറ്റുദ്യോഗസ്ഥർക്കുമൊപ്പം റൈസിയുടെ അപ്രതീക്ഷിത മരണം സംഭവിക്കുകയായിരുന്നു. റൈസിയുടെ ഹെലികോപ്റ്റർ തകർന്നത് ഊഹാപോഹങ്ങൾക്ക് കാരണമാകുകയും സംഭവവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. ഇറാൻ നിലവിൽ അവരുടെ പ്രസിഡന്റിന്റെ നഷ്ടവുമായി പിടിമുറുക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലുടനീളം പ്രതിധ്വനിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങളോടെ വലിയൊരു അനിശ്ചിതത്വം നിലവിൽ ഇറാനുമേൽ ആഞ്ഞടിക്കുന്നു. പ്രസിഡന്റ് റൈസിയുടെ മരണം ഇറാനിൽ ഉയർന്ന അധികാര പോരാട്ടത്തിന് കാരണമാകുമെന്ന് മാത്രമല്ല, മേഖലയ്ക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പിരിമുറുക്കങ്ങളുടെയും സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ റൈസിയെ പോലെയുള്ള ഒരു സുപ്രധാന രാഷ്ട്രീയ വ്യക്തിയുടെ പെട്ടെന്നുള്ള അഭാവം ഇറാനെയും അവരുടെ അധികാര സന്തുലിതാവസ്ഥയും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു. തകർച്ചയുടെ ഔദ്യോഗിക വിശദീകരണം മഴയും മൂടൽമഞ്ഞും ഉൾപ്പെടെയുള്ള മോശം കാലാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും നിലവിൽ ഫൗൾ പ്ലേ സാധ്യതയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. റൈസിയുടെ വിവാദ തീരുമാനങ്ങളും ഇറാൻ അഭിമുഖീകരിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികളും കണക്കിലെടുക്കുമ്പോൾ ആഭ്യന്തര ശത്രുക്കളുടെയോ ഇസ്രായേലിനെ പോലെയുള്ള ശക്തനായ ശത്രുവിന്റെയോ ഇടപെടലിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായ ശത്രുത കണക്കിലെടുത്ത് തകർച്ചയ്ക്ക് പിന്നിൽ ഇസ്രായേലാകാമെന്ന് ചില ഇറാനികൾ അനുമാനിക്കുന്നതായി ഇക്കണോമിസ്റ്റിലെ ഒരു റിപ്പോർട്ട് പറയുന്നു. ദമാസ്കസിൽ ഒരു ഇറാനിയൻ ജനറലിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതും ഇറാന്റെ തുടർന്നുള്ള മിസൈൽ ആക്രമണവും ഉൾപ്പെടെയുള്ള സമീപകാല ശത്രുതകൾ കണക്കിലെടുത്ത് ഈ സിദ്ധാന്തം ഇപ്പോൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇറാന്റെ താൽപര്യങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണെങ്കിലും മൊസാദ് ഇതുവരെ ഒരിക്കലും ഒരു രാഷ്ട്രത്തലവനെ ലക്ഷ്യമിട്ടിട്ടില്ല എന്നതും ഇതോടൊപ്പം ഉയർത്തിക്കാണിക്കുന്നു. എന്നിരുന്നാലും ഇസ്രായേലി ഇടപെടൽ സിദ്ധാന്തത്തിന് സാധ്യതയില്ലെന്നും ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നു. സിറ്റിംഗ് പ്രസിഡന്റിനെ വധിക്കുന്നത് നേരിട്ടുള്ള യുദ്ധമായിരിക്കുമെന്നതിനാൽ ഇത് ഇറാനിൽ നിന്നും കടുത്ത പ്രതികരണത്തിന് കാരണമാകുമെന്ന് കരുതപ്പെടുന്നു. അതിനാൽ ഉയർന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കാൾ പരമ്പരാഗതമായുള്ള ഇറാന്റെ സൈനിക ആണവ ലക്ഷ്യങ്ങളിലാണ് ഇസ്രായേലിന്റെ തന്ത്രപരമായ ശ്രദ്ധയെന്നും ഈ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേലിന്റെ പങ്കാളിത്തത്തെ സംശയിക്കാൻ ശക്തമായ കാരണങ്ങളുണ്ടെങ്കിലും ഒരു രാഷ്ട്രത്തലവനെ വധിക്കുന്നതിലേക്ക് ഇസ്രായേലോ മൊസാദോ ഒരിക്കലും പോയിട്ടില്ല എന്നതും അങ്ങനെ ഉണ്ടാകുന്നത് കടുത്ത ഇറാനിയൻ പ്രതികരണത്തെ ക്ഷണിച്ചു വരുത്തുന്ന വ്യക്തമായ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും എക്കണോമിസ്റ്റിന്റെ റിപ്പോർട്ട് പറയുന്നു. ഇതൊക്കെയാണ് വിഷയമെങ്കിലും റൈസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് ട്വിറ്ററിൽ ഉൾപ്പെടെ എല്ലായിടത്തും ട്രെൻഡിംഗ് ആകുന്നത് മൊസാദ് എന്ന സംഘടന തന്നെയാണ്. അതിൽ നിന്നും ലോകം മുഴുവൻ ഈ അപകടത്തിന് പിന്നിൽ മൊസാദിന്റെ കയ്യൊപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ഹെലികോപ്റ്റർ അപകടത്തിന്റെ ഈ നിലവിലെ സമയം പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നിവയിലുടനീളമുള്ള ഇറാന്റെ പ്രോക്സികളുടെ ശൃംഖല ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിനെ സങ്കീർണമാക്കുന്നു. പ്രത്യേകിച്ചും ഇസ്രായേലും ഹമാസും ഉൾപ്പെടുന്ന സംഘർഷം. ഇറാന്റെ നേതൃത്വത്തിലുള്ള ഏത് അസ്ഥിരതയും ഈ ഗ്രൂപ്പുകളെ അസ്ഥിരപ്പെടുത്തുമെന്നതിനാൽ നിലവിലെ അപകടം വിശാലമായ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്നും ലോകരാജ്യങ്ങൾ നിലവിൽ ഭയപ്പെട്ടു പോരുന്നു.